നമ്മുടെ നാട്ടിലൊരു മരണം നടക്കുമ്പോൾ, നമ്മുടെ വീട്ടിലൊരു മരണം നടക്കുമ്പോൾ, നമ്മുടെ പരിസരങ്ങളിൽ ഒരു മരണം നടക്കുമ്പോൾ ആ മരണത്തിന്റെ ചിന്ത, ഇനി അടുത്തത് ഞാനാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് എന്നുള്ള ഒരു ചിന്ത കൽബിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ അതോടുകൂടി ഭൗതിക ലോകത്തെ സർവ്വകാര്യങ്ങളും അവസാനിക്കുകയല്ലേ. കൂടെ നടന്നവരെല്ലാം മണ്ണുവാരിയിട്ട് പിരിഞ്ഞു പോകുന്നു. മക്കൾക്ക് തരാൻ വേറൊന്നും കഴിയില്ല. സ്നേഹസമ്പന്നനായ ഉപ്പയുടെ മയ്യത്ത് പിടിച്ച് പള്ളിപ്പറമ്പിൽ പോയാൽ, ബാംഗ്ലൂരിൽ ഉന്നതനായിരുന്നു, വലിയ വലിയ കൊട്ടാരം പണിഞ്ഞു കൊടുത്തു, ഉന്നത വിദ്യാഭ്യാസത്തിന് മക്കളെ വിദേശ രാജ്യങ്ങളിലേക്ക് പറഞ്ഞു വിട്ട് കോടികൾ മുടക്കി. പക്ഷെ ഇവിടെ മക്കൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖറ. പഠിച്ചവരാണെങ്കിൽ അത് പറഞ്ഞിട്ട് മണ്ണുവാരിയിടുന്നു, ഇല്ലെങ്കിൽ അതുപോലുമില്ല. സമ്പത്ത് എത്രയോ വലിയ സമ്പത്തിന്റെ ഉടമയാണ്. എത്രയോ ബാങ്കുകളിൽ ബാലൻസ് എത്രയെന്ന് പോലും അറിയാൻ കഴിയാത്തത്ര കുന്നുകൂടി കിടക്കുന്ന സമ്പത്തിന്റെ ഉടമ. ഭാര്യയാണെങ്കിലോ രാജ്ഞിയെ പോലെ ബാംഗ്ലൂരും മംഗലാപുരത്തും സുന്ദരിയായി വാണിരുന്നു. എല്ലാം സമർപ്പിച്ച് രാജകലയിലുള്ള ജീവിതം, ബാങ്ക് വിളി ശ്രദ്ധിക്കാൻ സമയം കിട്ടാത്ത ജീവിതം, ഇതുപോലുള്ള നസീഹത്തുകൾക്ക് മറുപടി കൊടുക്കാൻ സമയം കിട്ടാത്ത ജീവിതം, ഇബാദത്തിനു വേണ്ടി താല്പര്യം കാണിക്കാൻ കഴിയാതെ പൈശാചികമായ ദുർബോധനങ്ങൾ അവന്റെ മനസ്സിനെ വല്ലാതെ കീഴടക്കിയിരുന്ന സന്ദർഭങ്ങൾ എല്ലാം അവസാനിച്ചിപ്പോൾ